ഹലോ എവരി വൺ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. നമ്മളിന്ന് മെഡിറ്റേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു സംഗതിയാണ്. മെഡിറ്റേഷനും നമ്മുടെ ഭാരതത്തിനും തമ്മിൽ ഒരുപാട് ബന്ധമൊക്കെ ഉണ്ട് അല്ലേ. ഇന്ന് ലോകം മൊത്തത്തിൽ തന്നെ മെഡിറ്റേഷനെ കുറിച്ച് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ സൈക്കോളജിയിൽ മെഡിറ്റേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈസ്റ്റേൺ ഫിലോസഫിയെക്കുറിച്ച് പറയുമ്പോൾ, പോസിറ്റീവ് സൈക്കോളജിയെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ നമ്മൾ നിരന്തരം പറയുന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ. അപ്പോൾ എന്താണ് മെഡിറ്റേഷൻ എന്നും മെഡിറ്റേഷൻ എന്തൊക്കെ സഹായം ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. സോ മെഡിറ്റേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫാമിലി ഓഫ് സെൽഫ് റെഗുലേഷൻ പ്രാക്ടീസസ് focused on training attention and awareness to bring mental process under voluntary control. എന്താണ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചാലും നമ്മുടെ ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള ഒരുപാട് ഗ്രൂപ്പുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എന്ന അർത്ഥത്തിനാണ്. നമുക്ക് സെൽഫ് റെഗുലേഷൻ, ആത്മനിയന്ത്രണത്തിന് ഒരുപാട് പ്രാക്ടീസുകൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ആ പ്രാക്ടീസുകളിൽ ഒന്നാണ് മെഡിറ്റേഷൻ. നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയണം. നമുക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഇമോഷൻസിനെ ഒക്കെ നിയന്ത്രിക്കാൻ പറ്റണം. അതിനു വേണ്ടിയുള്ളൊരു മാധ്യമം മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾ അറ്റൻഷനെ, ശ്രദ്ധയെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. നമ്മുടെ ശ്രദ്ധ, ഏകാഗ്രത കൂട്ടുന്നു. അവയർനെസ് ടു ബ്രിങ് മെൻ്റൽ പ്രോസസ്, നമ്മുടെ മാനസിക പ്രവർത്തനമെല്ലാം നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ്. എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കാൻ പാടില്ല, എന്ത് തോന്നണം, എന്ത് തോന്നരുത് എന്നൊക്കെ നമ്മളെ ശീലിപ്പിക്കുന്നു. സോ മൂവിങ് ഫാർ ബിയോണ്ട് ഇറ്റ് സ്പിരിച്വൽ റൂട്ട്സ്, modern psychological science utilizes meditation as an evidence-based clinical intervention to alter consciousness. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ അല്ലെ നമ്മൾ ഡ്രീമൊക്കെ പറഞ്ഞതിന് ശേഷം ആൾട്ടർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായി ഇന്ന് മെഡിറ്റേഷനെ നമ്മൾ കാണുന്നു. മെഡിറ്റേഷനും ഭാരതവുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മെഡിറ്റേഷൻ്റെയൊക്കെ തുടക്കം, അതിൻ്റെ താഴ്വേരുകളിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അത് സ്പിരിച്വാലിറ്റിയിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. വിവിധ മതങ്ങളിലൊക്കെ ഒട്ടുമിക്ക മതങ്ങളിലും മെഡിറ്റേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. യോഗി വര്യന്മാരൊക്കെ മെഡിറ്റേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ നമ്മൾ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്പിരിച്വൽ റൂട്ടിലേക്കല്ല നമ്മൾ പോകുന്നത്. ഒരു മനുഷ്യന് അവൻ്റെ ഓർമ്മകളെ, അവൻ്റെ ചിന്തകളെ, അവൻ്റെ അവയർനെസ്സിനെ ഷാർപ്പൺ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി, മൂർച്ച കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ഇന്ന് മെഡിറ്റേഷനെ കാണുന്നത്. റീഷേപ്പ് ന്യൂറൽ പാത്വേസ്, നമ്മുടെ ന്യൂറൽ പാത്വേകളൊക്കെ കൃത്യമായും പുനർക്രമീകരിക്കുന്നതിന് വേണ്ടി. ഇംപ്രൂവ് ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് വെൽബീങ്, നമ്മുടെ വൈകാരിക, മാനസിക ക്ഷമതയ്ക്ക് വേണ്ടി, അതിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയാണ് നമ്മൾ മെഡിറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ ഹാങ് ആകാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഹാങ് ആകുന്ന സമയത്ത് ഒന്ന് റീബൂട്ട് ചെയ്യും അല്ലേ, ഒന്ന് റിഫ്രഷ് ചെയ്യും. അതുപോലെ നമ്മുടെ മനസ്സ് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് കുറച്ച് മന്ദത ഉണ്ടാകും. അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് മെഡിറ്റേഷൻ യൂസ് ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റ് കാറ്റഗറൈസ് മെഡിറ്റേഷൻ ഇൻ ടു ഡിസ്റ്റിങ്ക്ട് സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ഹൗ എ പ്രാക്ടീഷണർ മാനേജസ് അറ്റൻഷൻ. മെഡിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിൽ വേർതിരിക്കുന്നുണ്ട്. അപ്പം മെഡിറ്റേഷൻ പലതരത്തിൽ ചെയ്യാം. അപ്പോൾ ഏത് വിധത്തിലാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്ന് ഫോക്കസ്ഡ് അറ്റൻഷൻ. നമ്മൾ ഒരു നിശ്ചിത വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള മെഡിറ്റേഷനെയാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ദ പ്രാക്ടീഷണർ ഐസൊലേറ്റ്സ് ഫോക്കസ് ഓൺ എ സിംഗുലാർ ഒബ്ജക്റ്റ്. ഒരൊറ്റ വസ്തുവിലേക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾ തൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയും ഒരു പക്ഷേ അത് ബ്രീത്ത് ആകാം, അല്ലെങ്കിൽ ഒരു വിഷ്വൽ പോയിന്റ്, ഒരു പോയിന്റിലേക്കാകാം, അല്ലെങ്കിൽ ഒരു സൗണ്ടിലേക്കാകാം. നമ്മൾ സൈക്കോളജിയിൽ മന്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. സൈക്കോളജിയിൽ ആ സൗണ്ടാണുള്ളത്. നമ്മൾ സ്പിരിച്വൽ റൂട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ മന്ത്ര എന്ന് പറയാം.
ഒരു നിശ്ചിത ശബ്ദത്തിലേക്ക് ഒരാൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നതിന് ഫോക്കസ്ഡ് അറ്റൻഷൻ എന്ന് പറയുന്നു. ഇനി മെഡിറ്റേഷൻ, ഓപ്പൺ മോണിറ്ററിംഗ് മെഡിറ്റേഷൻ ഉണ്ട്. ഇവിടെ ദ പ്രാക്ടീഷണർ റിമെയിൻസ് അലൗഡ് ടു ദ കണ്ടിന്യൂസ് പാസിംഗ് സ്ട്രീം ഓഫ് തോട്ട്സ്. ഒരുപാട് ചിന്തകളിലൂടെ, ഒരുപാട് സെൻസേഷനിലൂടെ, ഒരുപാട് ഇമോഷൻസിലൂടെ ആര് കടന്നു പോകും? മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾ കടന്നു പോകും, വിത്തൗട്ട് ജഡ്ജിങ് ഓർ റിയാക്ടിങ് ദം. പക്ഷെ അതിനോടൊന്നും ഇയാൾ പ്രതികരിക്കില്ല. ഇപ്പോൾ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാകാം, ഒരുപാട് സെൻസേഷൻസിലൂടെ ആൾ കടന്നു പോകുന്നുണ്ടാകാം, അതിലേക്കൊന്നും ആൾ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് ഓപ്പൺ മോണിറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസ്ഡ് അറ്റൻഷൻ ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുകയും മറ്റൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷനാണ്. ഓപ്പൺ മോണിറ്ററിങ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ചിന്തകളിലൂടെ, ഒരുപാട് സെൻസേഷനിലൂടെ ആൾ കടന്നു പോകുന്നുണ്ട്, പക്ഷെ അതിനോടൊന്നും പ്രതികരിക്കില്ല. ഓക്കെ, അടുത്തത് ഓട്ടോമാറ്റിക് സെൽഫ് ട്രാൻസെൻഡിങ് ആണ്. ഓട്ടോമാറ്റിക് സെൽഫ് ട്രാൻസെൻഡിങ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാക്ടീസസ് ലൈക്ക് ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ ഡിസൈൻ ടു മൂവ് attention beyond the active thinking process into a state of silent restful alertness. ഇവിടെ ആൾ എന്ത് ചെയ്യില്ല, ഒരുപാട് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതല്ല, നിശബ്ദമായി ഇങ്ങനെ നിൽക്കുക, കംപ്ലീറ്റ് സൈലൻസില്ല. നമ്മൾ ശാന്തതയുടെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വളരെ ശാന്തമായിരിക്കുന്നതിനാണ് ഓട്ടോമാറ്റിക് സെൽഫ് ട്രാൻസെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ പല രീതിയിൽ, ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ, ഓപ്പൺ മോണിറ്ററിംഗ് മെഡിറ്റേഷൻ, ഓട്ടോമാറ്റിക് സെൽഫ് ട്രാൻസെൻഡിങ് മെഡിറ്റേഷൻ എന്നിവയായി മനസ്സിലാക്കാം. ഇനി മെഡിറ്റേഷൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ അതാത് ടോപ്പിക്കുകൾ പറയുന്ന സമയത്ത് എങ്ങനെ സ്ട്രെസ്സ് കുറയ്ക്കാം, എങ്ങനെ ആൻസൈറ്റി കുറയ്ക്കാം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സ്ട്രെസ്സ് ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടി, സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് മെഡിറ്റേഷൻ ഉപയോഗിക്കാവുന്നതാണ്. സോ മെഡിറ്റേഷൻ ലോവേഴ്സ് ആക്റ്റീവ് കോർട്ടിസോൾ ലെവൽസ് അഥവാ സ്ട്രെസ് ഹോർമോൺ. ആക്റ്റീവ് കോർട്ടിസോൾ ലെവൽസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോണിൻ്റെ ലെവൽ കുറയ്ക്കുന്നു. ആൻഡ് കാംസ് ദ ബോഡി ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. നമ്മുടെ ബോഡിയിലെ ഏർനെസ്സിനെ ശാന്തമാക്കാൻ എന്തിനു കഴിയുന്നു? മെഡിറ്റേഷന് കഴിയുന്നു. അപ്പോൾ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കുറയ്ക്കുന്നത് സ്ട്രെസ് ഹോർമോണിനെ ഒന്ന് താഴേക്ക് വന്നുകൊണ്ടാണ്. അതുപോലെ ഡിക്രീസ്ഡ് റൂമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അമിത ചിന്തയെക്കുറിച്ചാണ് നമ്മൾ റൂമിനേഷൻ എന്ന് പറയുന്നത്. അമിത ചിന്തയെ കുറയ്ക്കാൻ മെഡിറ്റേഷൻ സഹായിക്കാറുണ്ട്. ഇറ്റ് റിസർവ്സ് the habit of repetitively overthinking negative thought. നെഗറ്റീവ് തോട്ടുകൾ ഒരുപാട് ആവർത്തിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും നമ്മളെ അകറ്റാൻ ആര് സഹായിക്കും? മെഡിറ്റേഷൻ സഹായിക്കും. വിച്ച് ഹെവിലി പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ഡിപ്രസീവ് റിലാപ്സസ്. സോ വളരെ ഡിപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റാൻ മെഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ എൻഹാൻസ്ഡ് ഇമോഷണൽ റെഗുലേഷൻസ്, വികാരങ്ങളെ നിയന്ത്രിക്കാൻ മെഡിറ്റേഷൻ സഹായിക്കുന്നു. ഇതൊക്കെ സിമ്പിൾ സംഗതികളാണല്ലേ. സോ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇമോഷണൽ ബഫർ, ഇൻക്രീസിങ് പോസിറ്റീവ് എഫക്റ്റ് ആൻഡ് ഗിവിംഗ് ഇൻഡിവിജ്വൽസ് ദ സ്പേസ് ടു ചൂസ് എ കോൺഷ്യസ് ആക്ഷൻ ഓവർ ആൻ ഇമ്പൾസീവ് റിയാക്ഷൻ. പെട്ടെന്ന് പൊട്ടിത്തെറിക്കാതെ വളരെ ശാന്തമായി ചിന്തിക്കാനും വളരെ ശാന്തമായി വികാര പ്രകടനം നടത്താനും മെഡിറ്റേഷൻ സഹായിക്കാറുണ്ട്. ദെൻ കോഗ്നിറ്റീവ് എൻഹാൻസ്മെൻറ്റ്, മാനസികമായ ഉന്നമനത്തിന് വേണ്ടി അഥവാ നമ്മുടെ ഓർമ്മ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിന് വേണ്ടി, ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ആര് സഹായിക്കാറുണ്ട്? നമ്മുടെ മെഡിറ്റേഷൻ സഹായിക്കാറുണ്ട്. സ്റ്റഡീസ് ഷോ എ ഡയറക്റ്റ് ബൂസ്റ്റ് ഇൻ വർക്കിംഗ് മെമ്മറി കപ്പാസിറ്റി. വർക്കിംഗ് മെമ്മറി നമുക്കറിയാം, ഷോർട്ട് ടേം മെമ്മറിയിൽ നടക്കുന്ന പ്രോസസ്സാണ് വർക്കിംഗ് മെമ്മറി. ഷോർട്ട് ടേം മെമ്മറിയിൽ കൃത്യമായും മെയിൻ്റനൻസ് റിഹേഴ്സലും ഇലാബറേറ്റീവ് റിഹേഴ്സലും നടന്നാൽ മാത്രമേ ഒരു കാര്യം ലോങ് ടേം മെമ്മറിയിലേക്ക് പോകൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരു കാര്യം ലോങ് ടേം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ ഇലാബറേറ്റീവ് റിഹേഴ്സൽ വേണം. അതുപോലെ സ്പാഷ്യൽ അവയർനെസ്, ഒരു കാര്യത്തെക്കുറിച്ച് നോക്കി മനസ്സിലാക്കാൻ. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്, നമുക്ക് ഫ്ലൂയിഡ് ഇൻ്റലിജൻസും ക്രിസ്റ്റൽ ഇൻ്റലിജൻസും ഉണ്ട്. പുതിയൊരു കാര്യത്തെ മനസ്സിലാക്കാൻ, അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ, എബിലിറ്റി ടു സപ്രസ് ഡിസ്ട്രാക്റ്റിംഗ് ഇൻഫോർമേഷൻ, നമ്മെ ഏതെങ്കിലും കാര്യങ്ങളിൽ നിന്നും ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതിനെ അടിച്ചമർത്താനൊക്കെ
ആര് സഹായിക്കും? മെഡിറ്റേഷൻ സഹായിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പം മെഡിറ്റേഷൻ ഒരുപാട് നേട്ടങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ന്യൂറോ ബയോളജിക്കൽ ചേഞ്ചസ്. മെഡിറ്റേഷൻ ഇന്ന് ഒരു ശാസ്ത്രം, സൈക്കോളജിയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ഈ മെഡിറ്റേഷനിലൂടെ ചില മാറ്റങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മെഡിറ്റേഷൻ കാരണം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, മോഡേൺ ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് prove that regular meditation alters the actual structure of the brain, a phenomenon known as neuroplasticity. നമ്മൾ സ്ഥിരം മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളിലൂടെ ബ്രെയിൻ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. ബ്രെയിനിൽ മാറ്റം ഉണ്ടാകുന്നതിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥിരം മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ബ്രെയിനിൽ ഉണ്ടാകും. എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? അമഗ്ഡല നമുക്കറിയാം, ഇമോഷൻസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അല്ലേ. സോ റെഗുലർ പ്രാക്ടീസസ് ഡിക്രീസ് ദ ഫിസിക്കൽ വോളിയം ആൻഡ് ന്യൂറൽ ആക്ടിവിറ്റി ഓഫ് ദ അമഗ്ഡാല. സ്ഥിരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമഗ്ഡാലയിൽ കൃത്യമായ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഫിയർ, സ്ട്രെസ്, സർവൈവൽ പോലുള്ള ഇമോഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അമഗ്ഡാല ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഹിപ്പോ ക്യാമ്പസ് ഒക്കെ എന്ന് പറയുമ്പോൾ അവിടെ മെമ്മറിയും ലേണിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഹിപ്പോ ക്യാമ്പസ്. അമഗ്ഡാല ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ പേടി, നമ്മുടെ സ്ട്രെസ്സ്, നമ്മുടെ സർവൈവൽ ഡ്രിവൺ ഇമോഷണൽ റിയാക്ടിവിറ്റി, ഇതിനെയൊക്കെ കുറയ്ക്കാൻ മെഡിറ്റേഷന് കഴിയുന്നു. അതുപോലെ നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സ്, നമ്മുടെ തലച്ചോറിലെ പ്രിഫ്രണ്ടൽ കോർട്ടക്സ്, അതിനും എന്തുമായിട്ട് ബന്ധമുണ്ട്? ലോജിക്കൽ റീസണിങ്, ഇമോഷണൽ മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. സോ മെഡിറ്റേഷൻ ഇൻക്രീസ് ഗ്രേ മാറ്റർ ഡെൻസിറ്റി ആൻഡ് കണക്ടിവിറ്റി ഇൻ ദ പ്രിഫ്രണ്ടൽ കോർട്ടക്സ്. നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സിൽ ഗ്രേ കളറിലുള്ള കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്. ഈ ഗ്രേ മാറ്ററിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ സാന്ദ്രത കൂട്ടാനും, ഈ സാന്ദ്രത കൂട്ടുന്നതിലൂടെ അവിടുത്തെ ഫങ്ഷൻസ് കുറച്ചുകൂടി ഫലപ്രദമാകാനും ലോജിക്കൽ റീസണിങ്ങിന് ഉണ്ടാകാനും ഇമോഷണൽ മാനേജ്മെൻറ്റിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലും അമഗ്ഡാലയിലും. ഇനി ഹിപ്പോ ക്യാമ്പസ് ഓർമ്മയും മാനസിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. സോ സ്റ്റഡീസ് റിവീൽ ആൻ ഇൻക്രീസ്ഡ് വോളിയം ഇൻ ഹിപ്പോ ക്യാമ്പസ് വിച്ച് പ്ലേസ് എ മേജർ റോൾ ഇൻ മെമ്മറി റിട്ടൻഷൻ. അപ്പോൾ ഹിപ്പോ ക്യാമ്പസിൽ അതിൻ്റെ സ്പേസ്, വോളിയം വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷൻ സഹായിക്കുന്നു. അതിലൂടെ നമുക്ക് ഓർമ്മ തങ്ങി നിർത്താനും ലേണിംഗ് കപ്പാസിറ്റി വർദ്ധിക്കാനും മാനസിക സംതൃപ്തി വർദ്ധിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ ഡിയേഴ്സ്, ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടും ഇത് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.